നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 36 വയസ്സുള്ള ഇദ്ദേഹം മേൽശാന്തിയാകുന്നത് ഇതാദ്യമായി. നിയുക്ത മേൽശാന്തിക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം. ജനങ്ങളെ വലച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കുന്നംകുളം തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരാണ് സമരം നടത്തിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം പിൻവലിച്ചത്. കടപ്പുറം പുതിയങ്ങാടിയിൽ ഓല വീട് കത്തിനശിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കടപ്പുറം പഞ്ചായത്ത് 10ാം വാർഡ് പുതിയങ്ങാടിയിൽ കുറുപ്പത്ത് ഷഫീറിന്റെ വീടാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്ത്. 36 വയസ്സുള്ള അദ്ദേഹം ഇതാദ്യമായിട്ടാണ് മേൽശാന്തിയാകുന്നത്. ഇത്തവണ മേൽശാന്തി സ്ഥാനത്തേക്ക് 56 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 54 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരായ 51 പേരിൽ 42 പേർ യോഗ്യത നേടി. ഇവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുമ്പത്തിലാക്കി ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ഉടനെ നമസ്കാര മണ്ഡപത്തിൽ നിലവിലെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി നറുക്കെടുത്തു. തന്ത്രിമാരായ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ് B നായർ, VG രവീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നറുക്കെടുപ്പിന് ശേഷം നിയുക്ത മേൽശാന്തി തന്ത്രിമഠത്തിലെത്തി അനുഗ്രഹം വാങ്ങി. 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന ശേഷം 30 രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി. സന്തോഷാശ്രുക്കൾ പൊഴിച്ച് നിയുക്ത മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി. മേൽശാന്തിയാകാൻ അപേക്ഷിച്ച് 8ാം തവണ ഗുരുവായൂരപ്പൻ തന്നെ ചേർത്ത് നിർത്തുകയായിരുന്നുവെന്ന് ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. പുതുമനയിലെത്തുനിന്ന് ആദ്യമായി ഗുരുവായൂരപ്പനെ സേവിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നത് ശ്രീജിത്ത് നമ്പൂതിരിയിലൂടെയാണ്. മെഡിക്കൽ റെപ്പ്, പണമിടപാട് സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജർ എന്നിങ്ങനെ നിരവധി തൊഴിലുകൾ എടുത്തു കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് നമ്പൂതിരി 17 വർഷമായി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 2008 പ്രതിഷ്ഠ നടത്തിയന്നു മുതൽ ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 2017 മുതലാണ് മുഴുവൻ സമയങ്ങളിലും പൂജാവിധികളിൽ ഏർപ്പെടുന്നത്. മുത്തച്ഛൻ ശിവദാസൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജകൾ പഠിച്ചത്. പിന്നീട് പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയിൽ നിന്നും മുൻ മേൽശാന്തിയായിരുന്ന പഴയ സുമേഷ് നമ്പൂതിരിയിൽ നിന്നും പൂജകൾ പഠിച്ചെടുത്തു. ഗുരുവായൂരപ്പനെ സേവിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അത് സാധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയല്ല, എപ്പോഴും പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വരിക. പക്ഷെ അതൊക്കെ ഗുരുവായൂരപ്പനാണല്ലോ അത് നിശ്ചയിക്കുന്നതാണ്. ശ്രീജ അങ്ങനെയുള്ള ഐക്യന് അമേരിക്കയിലാണ്. സന്തോഷം, അല്ലാതെ വളരെ സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീരാണ് കുറച്ചുമ്പോ കണ്ടത്. അതിയായ സന്തോഷം, അതിന് പറയാൻ വാക്കുകളില്ല. പിന്നെ CCTV ന്യൂസ്, ഗുരുവായൂർ. 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഗുരുവായൂരപ്പനെ സേവിക്കുവാൻ അസുലഭ ഭാഗ്യം ലഭിച്ച നിർവൃതിയിലാണ് ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. ഇതോടൊപ്പം തികഞ്ഞ സന്തോഷത്തിലാണ് കുടുംബവും നാട്ടുകാരും. റഷീദ് രൂപയുടെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നറുക്കെടുപ്പ് കഴിഞ്ഞ് മേൽശാന്തിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് സ്വവസതിയിലെത്തിയ ശ്രീജിത്ത് നമ്പൂതിരിയെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. വല്യച്ഛൻ പുതുമന കിരാതമൂർത്തി അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് അനുഗ്രഹിച്ചു. തുടർന്ന് ശ്രീജിത്ത് നമ്പൂതിരി മാതാപിതാക്കളുടെയും തറവാട്ടിലെ മുതിർന്നവരുടെയും കാൽക്കൽ പ്രണമിച്ച് അനുഗ്രഹം നേടി. വാക്കുകൾക്കപ്പുറമുള്ള ആനന്ദത്തിലാണ് താനെന്ന് ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. ഒരുപാട് കാലമായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം ഉണ്ടായിരുന്നു. 8ാമത്തെ തവണയാണ് ഞാൻ ഇപ്പൊ ഗുരുവായൂർ കൊടുക്കുന്നത്. അത് കിട്ടിയതിൽ അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകൾ പറയാനില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സന്തോഷത്തിന്റെ ഒരു ആനന്ദ കണ്ണീരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നു. തോന്നല്ലൂർ പുതുമന പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആലമ്പിള്ളി സാവിത്രി യന്ത്രജനത്തിന്റെയും 2 മക്കളിൽ മൂത്ത മകനാണ് 36-കാരനായ ശ്രീജിത്ത് നമ്പൂതിരി. BCom ബിരുദധാരിയായ ശ്രീജിത്ത് നമ്പൂതിരി 20 വയസ്സുള്ളപ്പോഴാണ് മേൽശാന്തിയായി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സേവനം ആരംഭിച്ചത്. 16 വർഷമായി ഈ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി തുടരുകയാണ്. ഇതിനിടയിൽ 8 വർഷം തുടർച്ചയായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നിയമനത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 8ാം തവണയാണ് കണ്ണനെ പരിചരിക്കുവാനുള്ള നിയോഗത്തിന് അവസരം ലഭിച്ചത്. മുത്തശ്ശൻ ശിവദാസൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാകർമ്മങ്ങളിലെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. തുടർന്ന് ഗുരുവായൂർ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരിയിൽ നിന്നും പഴയങ്ങാട്ട് സുമേഷ് നമ്പൂതിരി എന്നിവർക്കു കീഴിലും ശാന്തി അഭ്യസിച്ചു. ഇതിനിടയിൽ യോഗക്ഷേമം ബ്രാഞ്ച് മാനേജരായി ജോലി ചെയ്തിട്ടുണ്ട്. പുതുരുത്തി കിണറ്റാമിറ്റമ്മന കൃഷ്ണശ്രീയാണ് ഭാര്യ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യയും 2 വയസ്സുകാരൻ ഋഗ്വേദ് എന്നിവർ മക്കളാണ്. മേൽശാന്തിയായി ചുമതലയേറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ
12 ദിവസം ഭജനയിരിക്കുന്നതിനായി ശ്രീജിത്ത് നമ്പൂതിരി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ക്ഷേത്രം നിയുക്ത മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിക്ക് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. നറുക്കെടുപ്പ് കഴിഞ്ഞ് തന്ത്രിമഠത്തിൽ എത്തിയ ശ്രീജിത്ത് നമ്പൂതിരിയെ സംഘടനാ പ്രതിനിധികൾ ചേർന്ന് പൊന്നാട അണിയിച്ചു സ്വീകരിച്ചു. പുരാതന നായർ തറവാട് കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രസിഡന്റ് KT ശിവരാമൻ നായർ പൊന്നാട ചാർത്തി, സെക്രട്ടറി അനിൽ കല്ലാട്ട് ഉപഹാരം സമ്മാനിച്ചു. പൈതൃകം ഗുരുവായൂരിന് വേണ്ടി ബാലൻ വാർനാട്ട്, ശ്രീകുമാർ P നായർ എന്നിവർ ചേർന്ന് പൊന്നാടയും ഉപഹാരവും സമ്മാനിച്ചു. അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതിക്ക് വേണ്ടി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത നാരായണ നാമാങ്കിത പുടവ ചാർത്തി. മറ്റു വാർത്തകൾ. കുന്നംകുളം തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് ജനത്തെ വലച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാനും ബസ് ജീവനക്കാരും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ബസ് സമരം അവസാനിപ്പിച്ചത്. കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വരുൺ ബസ് തെറ്റായ ദിശയിൽ കയറിപ്പോയതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന കാർ ബസിന് മുൻപിൽ നിർത്തിയിടുകയും ബസ് ജീവനക്കാരും കാറിലെ യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടെ കാർ യാത്രികർ ബസിന് മുകളിൽ അടിക്കുകയും ചെയ്തതായി പറയുന്നു. ഇതോടെ പുറകിലെത്തിയ തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഏറെ നേരം സംഭവസ്ഥലത്ത് നിർത്തിയിട്ടു. ബുധനാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. പിന്നീട് കുന്നംകുളം തൃശൂർ റൂട്ടിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചു. ഇതോടെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചെത്തിയ നൂറുകണക്കിന് യാത്രക്കാർ പ്രതിസന്ധിയിലായി. സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയ യാത്രക്കാർ വലഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബസ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു. CCTV ന്യൂസ്, കുന്നംകുളം. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൈരളി ജംഗ്ഷനിൽ ആരംഭിച്ച മാർച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമ്മേളനം സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് സമിതി പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി P സുധാകരൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് V മുരളീധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, വിശ്വഹിന്ദു പരിഷത്ത് താലൂക്ക് സെക്രട്ടറി വത്സൻ പുന്നയൂർ, CB പ്രദീപ് കുമാർ, ശശി ആനക്കൂട്ടിൽ, PN അശോകൻ, അനിൽ തളിക്കുളം തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേവസ്വത്തിന് നിവേദനം സമർപ്പിച്ചു. തിരുവോണത്തിന് ബാറിൽ 2 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശി ഇച്ചാമു എന്ന് വിളിക്കുന്ന രായമ്മരക്കാർ വീട്ടിൽ 38 വയസ്സുള്ള നിഷാബിനെയാണ് ഗുരുവായൂർ SHO C പ്രേമാനന്ദകൃഷ്ണൻ നേതൃത്വമുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പടി ചൂൽപ്പുറം സ്വദേശി പണ്ടാരക്കൽ സനീഷിനെയും ബന്ധു വിഷ്ണുവിനെയും ആണ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തിരുവോണ ദിവസം വൈകിട്ടാണ് കേസിനാസ്പദമായ സംഭവം. 2 വർഷം മുൻപ് സഹോദരനുമായി വാക്കുതർക്കമുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ കുന്നംകുളത്ത് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ കള്ളക്കേസെടുത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വ്യാഴാഴ്ച നടത്താനിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് മാറ്റിവെച്ചതായി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അറിയിച്ചു. 21-ാം തീയതി ശനിയാഴ്ചയിലേക്കാണ് പ്രതിഷേധ മാർച്ച് മാറ്റിയത്. യൂത്ത് കോൺഗ്രസ് നേതാവും കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറിയുമായ MM മുഹസിനെതിരെയാണ് കേച്ചേരി സ്വദേശിയായ വിദ്യാർത്ഥി ബസ് ഇടിച്ച് മരിക്കാനിടയായ സംഭവത്തിൽ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിനെ തുടർന്ന് കുന്നംകുളം പോലീസ് കേസെടുത്തത്. കലാപത്തിന് ആഹ്വാനം നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് കേസ്. പോലീസ് കള്ളക്കേസാണ് എടുത്തതെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് പ്രഖ്യാപിച്ചത്. വ്യാഴാഴ്ച നടത്താനെന്ന സമരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുമെന്ന് സ്റ്റാൻലി വ്യക്തമാക്കി. 19-ാം തീയതി വ്യാഴാഴ്ച പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മാർച്ച് പാർട്ടിയുടെ ചില മീറ്റിങ്ങുകളും ചില ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ആ പോലീസ് സ്റ്റേഷൻ മാർച്ച് 21-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. കുന്നംകുളം CAയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും UDFൻ്റെ പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസുകൾ കൊടുക്കുന്ന നടപടിക്കെതിരെയുള്ള മാർച്ച് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്നതായിരിക്കുമെന്ന് എല്ലാവരെയും. ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള ഹൈക്കോടതിയുടേതാണ് നടപടി. വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കും അല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും
അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ക്ഷേത്ര നടപ്പന്തൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്നും ഹൈക്കോടതി പറഞ്ഞു. ചിത്രകാരി ജസ്ന സലിം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഉത്തരവ്. കടപ്പുറം പുതിയങ്ങാടിയിൽ ഓല വീട് കത്തിനശിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പഞ്ചായത്ത് 10-ാം വാർഡ് പുതിയങ്ങാടിയിൽ കുറുപ്പത്ത് ഷെഫീറിന്റെ വീടാണ് അഗ്നിക്കിരയായത്. ബുധനാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. സംഭവ സമയം വീട്ടുകാർ ഉറങ്ങിയിരിക്കുകയായിരുന്നു. വീടിന്റെ മുൻഭാഗത്ത് തീപിടിച്ചതോടെ ചൂട് ശരീരത്തിൽ അനുഭവപ്പെട്ട ഷെഫീറിന്റെ മകൻ ആദിലാണ് അഗ്നിബാധ തിരിച്ചറിഞ്ഞത്. തുടർന്ന് ആദിൽ വീട്ടുകാരെ വിളിച്ചുണർത്തുകയും ഇവർ വീടിന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. സമീപവാസികൾ ചേർന്ന് വെള്ളമൊഴിച്ച് തീകെടുത്താൻ ശ്രമിച്ചെങ്കിലും വീട് പൂർണ്ണമായി അഗ്നിക്കിരയായി. വിവരമറിഞ്ഞ് ചാവക്കാട് പോലീസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, വാർഡ് മെമ്പർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂരിലെ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ യുവതിയെയും സഹോദരനെയും മുൻ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. കാട്ടകാമ്പാൽ ചെറിയങ്കാട് കുന്നത്ത് വളപ്പിൽ മൊഹസീന, സഹോദരൻ മുഹമ്മദ് മർസൂഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു സംഭവം. ടെമ്പിൾ പോലീസ് സ്റ്റേഷന് മുൻപിലുള്ള തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് പുറത്തിറങ്ങിയ ഉടൻ മുൻ ഭർത്താവും ബന്ധുക്കളും അടങ്ങുന്ന 7 പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഇവർ പറഞ്ഞു. ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മർസൂഖിന്റെ മൂക്കിന്റെ എല്ല് പൊട്ടലും മുഖത്ത് കൈക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇരുവരെയും ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ഞങ്ങൾ ഡേവിഡ് സിനിമാസിൽ പടം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഒരു 2 മണി ഒക്കെ ആകുമ്പോൾ പടം കഴിഞ്ഞ് ഇറങ്ങിയത്. അപ്പോൾ എൻ്റെ പെങ്ങളുടെ പഴയ ഹസ്ബൻഡ് അവർ ഡിവോഴ്സ്ഡാണ്. ആ ഹസ്ബൻഡും അവരുടെ ഫാമിലി ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അനിയനും അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളെ അസഭ്യം പറയലും കുറേ തെരുവാക്കുകളും പറയലൊക്കെ ഉണ്ടായിരുന്നു. അവരപ്പോൾ മാരകമായിട്ടൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് കൈക്കും അതിൻ്റെ മൂക്കിനടിച്ചിട്ട് മൂക്കിൻ്റെ പാലം ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞു. അത് നോക്കിയിട്ട് പറയുന്ന ഡോക്ടറോട് ഇവിടെ ഒക്കെ പൊട്ടിയിട്ട് എന്താ സാധനം വെച്ച് ഇടിച്ചിട്ട് ഇവിടെ കേട്ട് ഇതാക്കിയിട്ട് പിന്നെ പെങ്ങളുടെ കൈയൊക്കെ മാറ്റി പൊട്ടിക്കലും പെങ്ങളുടെ ഉപദ്രവിക്കൊക്കെ ഉണ്ടായിരുന്നു. വെള്ളർക്കാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നിറമാല ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആഘോഷിക്കും. പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ, കൂട്ട് ഗണപതി ഹോമം, വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, സമ്പൂർണ്ണ നിലവിളക്ക്, 1000 ഭദ്രദീപം തെളിയിക്കൽ, തുടർന്ന് 6 സാംസ്കാരിക പരിപാടികൾ, വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, വിദ്യാഭ്യാസ ധനസഹായ വിതരണം എന്നിവ നടക്കും. 6:30 കിള്ളിക്കുരിശ് മംഗലം കുഞ്ചൻ സ്മാരകത്തിലെ പ്രദീപിന്റെ നേതൃത്വത്തിൽ ഓട്ടൻ തുള്ളൽ അരങ്ങേറും. പ്രസാദകൂട്ടും ഉണ്ടാകും. വ്യാഴാഴ്ച പുലർച്ചെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, നാരായണീയ പാരായണം, വിശേഷാൽ പൂജകൾ, നവഗ്രഹ പൂജ, ഉദയാസ്തമന പൂജ, പാമ്പിൻകാവിൽ പൂജ എന്നിവയും വൈകിട്ട് 5-ന് നടക്കൽ പറ. തുടർന്ന് 50-ലേറെ വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളം, സന്ധ്യയ്ക്ക് ദീപാരാധന, 7 മണിക്ക് വാരമിരിക്കൽ, തുടർന്ന് പ്രസാദൂട്ട് എന്നിവയും ഉണ്ടാകും. ഓണവിശേഷം. ഈ വർഷത്തെ ഓണാഘോഷത്തിന് സമാപനം കുറിക്കുവാൻ ശക്തന്റെ തട്ടകത്തിൽ പുലികളിറങ്ങി. പാട്ടുരാക്കൽ സംഘമാണ് ആദ്യം സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ചത്. വൈകിട്ട് 5 മണിയോടെ 7 പുലിക്കളി സംഘങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വരാജ് റൗണ്ടിൽ എത്തിയത്. 2:30-യോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് പുലിക്കളി സംഘങ്ങൾ സ്വരാജ് റൗണ്ട് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചിരുന്നു. പുലർച്ചെ മുതൽ തന്നെ പുലികളെ ഒരുക്കുന്ന പ്രവർത്തികൾ പുലിമടകളിൽ ആരംഭിച്ചിരുന്നു. രാവിലെ തന്നെ മെയ്യെഴുത്ത് ആരംഭിച്ചു. 35 മുതൽ 51 വരെ പുലികളാണ് ഓരോ സംഘങ്ങളിലും ഉണ്ടായിരുന്നത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സംഘങ്ങൾ മട വിട്ടിറങ്ങി. വനിതകളും കുട്ടികളും അടക്കം പുലിവേഷം കെട്ടിയിരുന്നു. 2:30-യോടെ ഇറങ്ങി വൈകിട്ട് 5-ഓടെ സ്വരാജ് റൗണ്ടിലെത്തും വിധമായിരുന്നു ക്രമീകരണം. സ്വരാജ് റൗണ്ട് വലം വെച്ച് നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് രാത്രി 9 മണിയോടെയാണ് പുലിക്കളി അവസാനിക്കുക. പുലിക്കളിയുടെ ഭാഗമായി തൃശ്ശൂരിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു. സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിച്ചിരുന്നില്ല. 7 സംഘങ്ങളായി 350 പുലികളാണ് ആകെ ഉണ്ടായത്. ആർപ്പും ആവേശവും സമ്മേളിച്ച് 3 ദിവസങ്ങളിലായി ചെറായിൽ നടന്ന തായങ്കളി മത്സരം സമാപിച്ചു. ഹനീഫ സിദ്ദിഖ് സഖ്യം വിജയികളായി. ഫസ്ലു സജീവ് സഖ്യം 2ാം സ്ഥാനം സ്വന്തമാക്കി. വിജയികൾക്ക് വടക്കേക്കട SI KB ജലീൽ ട്രോഫികൾ സമ്മാനിച്ചു.
ഒന്നാം സ്ഥാനക്കാർക്ക് 23,456 രൂപയും രണ്ടാമതെത്തിയവർക്ക് 12,345 രൂപയുമാണ് സമ്മാനമായി നൽകിയത്. ഇതിനു പുറമെ ട്രോഫി, മെഡൽ, ഓണക്കോടി എന്നിവയും നൽകി. പ്രവചന മത്സരത്തിൽ വിജയിച്ച നിരവധി പേരിൽ നറുക്കെട്ടെടുത്ത 5 പേർക്കും കളി നിയന്ത്രിച്ച രവി, ഷറഫുദ്ദീൻ, നിഷാദ് എന്നിവർക്കും ഓണക്കോടി സമ്മാനിച്ചു. 3 ദിവസം നീണ്ട ടൂർണമെന്റിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 16 ടീമുകളാണ് മത്സരിച്ചത്. പണ്ടുകാലത്ത് ഗ്രാമങ്ങളിലെ വിനോദവും ഹരവുമായിരുന്നു തായം കളി. വയലോരങ്ങളിലും ചായക്കടകളുടെ പരിസരങ്ങളിലുമായിരുന്നു മത്സരം നടന്നിരുന്നത്. പിന്നീടിത് ചൂതാട്ടഗണത്തിൽപ്പെടുത്തി നിയന്ത്രണം വന്നതോടെ ഇല്ലാതായി. ഇതേ തുടർന്നാണ് ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ ഓണനാളുകളിൽ തായം കളി മത്സരബുദ്ധിയോടെ സംഘടിപ്പിച്ചു തുടങ്ങിയത്. പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് 2 ടീമിൽ നിന്നായി 4 കളിക്കാരും 2 റഫറിയും ഇരിക്കുക. ഇതിനു പുറത്ത് മുള കെട്ടിത്തിരിച്ച ഭാഗത്താണ് കാണികളുടെ സ്ഥാനം. 5 കബഡികൾ കയ്യിലടുക്കി തലപ്പൊക്കത്തിൽ എറിയുന്നതാണ് കളി. മലർന്നു വീഴുന്ന കബഡിയുടെ എണ്ണത്തിനനുസരിച്ച് കളത്തിൽ ചൂത് നീക്കും. 5 ചൂതാണ് കളത്തിലുണ്ടാവുക. കബഡിയിൽ വീഴുന്ന എണ്ണവും കരുനീക്കത്തിലെ കൗശലവുമാണ് ജയപരാജയങ്ങൾ നിശ്ചയിക്കുക. അവസാന നിമിഷം വരെ വിജയം മാറി മറയും എന്നതും പ്രത്യേകതയാണ്. എണ്ണം വീണിട്ട് ജയിച്ചെന്ന് ഉറപ്പിച്ച ടീം കരുനീക്കത്തിലെ പിഴവുകൊണ്ട് മാത്രം തോറ്റു പുറത്താകുന്നതും കളിയിലെ ആവേശമാണ്. കളിക്കാർക്ക് ആവേശം പകരാൻ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒട്ടേറെ പേരാണ് ഇവിടെ എത്താറുള്ളത്. ആർപ്പുവിളിയോടുകൂടിയാണ് കളിയുടെ ആദ്യാവസാനം വരെ കാണികളിരിക്കുക. സമ്മാന വിതരണ ചടങ്ങിന് റാണാ പ്രതാപ് സ്വാഗതം പറഞ്ഞു. PJ വിഷ്ണു അധ്യക്ഷനായി. MS ശരത്, അഭിജിത്ത്, KP രാഹുൽ, അരുൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പുന്നേർകുളം. ആഹ്ലാദത്തിന്റെ നിറവോടെ മലയാളികൾ ഓണാഘോഷത്തിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. വൈവിധ്യമാർന്ന പരിപാടികളാണ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി, കവുക്കോട്, തെക്കേക്കര സൗവർണിക പുരാഘോഷ കമ്മിറ്റി നടത്തിയ ഓണാഘോഷം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷാജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. രാജു പെറ്റേടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ A വിജയൻ, സബ് ഇൻസ്പെക്ടർ N ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. സംഗീതാധ്യാപിക ഹേമ, വാദ്യകലാകാരൻ മണി പെറ്റേടത്ത്, ചലച്ചിത്ര പ്രവർത്തകൻ നന്ദൻ ചാലിശ്ശേരി, ശില്പകലാകാരൻ VD സുധീഷ് എന്നിവരെ ആദരിച്ചു. ധനേഷ് ശങ്കർ സ്വാഗതവും സുരേഷ് അമ്പാടി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലളിതമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ സുധീഷ് പുത്തൻപുരയിൽ അധ്യക്ഷനായി. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ബോയ്സ് ടോപ്പറായിരുന്ന ഗൗതം കൃഷ്ണ, സ്കൂൾ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ചങ്ങാത്തം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പ്രസിഡന്റ് സതീഷ് കുമാർ, ഷിബുകുമാർ, പ്രദീപ് എന്നിവർക്ക് NSSന്റെ സ്നേഹോപഹാരം നൽകി. വടംവലി മത്സരവും മധുര വിതരണവും ഉണ്ടായി. പ്രിൻസിപ്പൽ ഡോക്ടർ സജീന ഷുക്കൂർ, സഹാധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ഭാരത് ആർമി ഫാൻസിന്റെ നേതൃത്വത്തിൽ അമർ ജവാൻ സ്മൃതി മണ്ഡപ പരിസരത്തു നടന്ന ഓണാഘോഷ പരിപാടിയിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും വിവിധ മത്സരങ്ങളും ഓണക്കളികളും നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA പൊളിറ്റിക്കൽ സയൻസിൽ 1ാം റാങ്ക് ലഭിച്ച അൽവീന ബാബുവിനെ ഭാരത് ആർമി ഫാൻസ് പ്രസിഡന്റ് സുരേഷ് കൃഷ്ണ ഉപഹാരം നൽകി ആദരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച നെൽകർഷകനുള്ള അവാർഡ് ലഭിച്ച K വിജുവിനെ സെക്രട്ടറി രാജേഷ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിജയൻ പുളിയാശ്ശേരി, ബാലചന്ദ്രൻ പോലോത്ത്, ബാലചന്ദ്രൻ പുണർത്ഥം, സുധാകരൻ പാലിയത്ത് എന്നിവർ സംസാരിച്ചു. അജയ് ആലുക്കൽ, PU പ്രസാദ്, K കൃഷ്ണപ്രസാദ്, C സജീവ്, സൗമ്യ സുധീർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മത്സരവിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കിഴക്കാളൂർ സഹൃദയ കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ കിഴക്കാളൂർ ക്ഷേത്ര മൈതാനിയിൽ നടന്ന ഓണാഘോഷത്തിൽ വിവിധങ്ങളായ ഓണക്കളികളും കലാപരിപാടികളും നടന്നു. സ്ലോ സൈക്ലിംഗ്, വോളിബോൾ, സ്പൂൺ റേസ്, വടംവലി, ഉറിയടി, സുന്ദരിക്ക് പൊട്ടുകുത്തൽ തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. കൂടാതെ കൈകൊട്ടികളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറി. മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഭാരവാഹികളായ അഭിനവ്, ശങ്കർ, ആദർശ്, അഭിഷേക്, പ്രപഞ്ച്, ജോയൽ, ബെഫിൻ, നവീൻ, അർജുൻ, സ്റ്റെൻസൺ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി വൺ വേ ഫ്രണ്ട്സ് കാഞ്ഞിരത്തിങ്കലിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരത്തിങ്കലിലെ പ്രദേശവാസികൾ ഓണം ആഘോഷിച്ചു. നിരവധി കലാകായിക മത്സരങ്ങളും അരങ്ങേറി. മത്സര വിജയികൾക്ക് ക്ലബ്ബ് ഭാരവാഹികൾ സമ്മാനങ്ങൾ നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് ജോഷി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി വിജീഷ്, മറ്റ് മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ യങ്കക്ക് പടിഞ്ഞാറ്റുമുറിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷവും
കേരള ലോ എൻട്രൻസ് പരീക്ഷയിൽ 37 റാങ്ക് നേടിയ ഗൗരി എം ബാബുവിന് ആദരവും സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്കുള്ള ട്രോഫികൾ പഞ്ചായത്ത് അംഗം രാജി സോമൻ, MA കുമാരൻ എന്നിവർ വിതരണം ചെയ്തു. സെക്രട്ടറി ഷൈൻ ചീരൻ, പ്രസിഡന്റ് നിതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടകമ്പൽ പഞ്ചായത്തിലെ സ്രായിക്കടവ് കോൾപ്പാടത്ത് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച ബോട്ടിങ്ങിനായി തിരക്കേറി. ഓണാവധി ദിവസങ്ങളായതിനാൽ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കയാക്കിംഗ് ബോട്ട്, പെഡൽ ബോട്ട് എന്നിവയാണ് പാടശേഖരത്ത് ഇറക്കിയിരിക്കുന്നത്. പഞ്ചായത്തും ഡ്രീം ഇക്കോ വാട്ടർ സ്പോർട്സ് ആൻഡ് ടൂറിസം കമ്പനിയും ചേർന്നാണ് ബോട്ടിംഗ് പദ്ധതി ആരംഭിച്ചത്. പാടശേഖരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഭാഗത്താണ് ബോട്ടിംഗ് നടത്തുന്നത്. പ്രകൃതി രമണീയമായ സ്രായിക്കടവിൽ പ്രകൃതി ഭംഗിയും സൂര്യാസ്തമയവും ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. ബോട്ടിംഗ് ആരംഭിച്ചതോടെ കൂടുതൽ പേർ സ്രായിക്കടവിൽ എത്തുന്നത് മേഖലയിലെ ചെറുകിട കച്ചവടക്കാർക്കും വൻ നേട്ടമായി. പെരുമ്പ്ലാവ് ജംഗ്ഷനിൽ നിന്നും അംബേദ്കർ നഗറിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പാഴ്ചെടികൾ വെട്ടിമാറ്റി മൂഞ്ഞാർ ബാബുവിന്റെ വേറിട്ട പ്രതിഷേധം. നിരവധി തവണ നാട്ടുകാർ പഞ്ചായത്തിനോടും വാർഡംഗത്തിനോടും ആവശ്യപ്പെട്ടിട്ടും റോഡിന്റെ ഇരുവശത്തുമുള്ള പൊന്തക്കാടും പാഴ്ചെടികളും വെട്ടിമാറ്റാത്തതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകൻ മൂഞ്ഞാർ ബാബുവിന്റെ നേതൃത്വത്തിൽ പാഴ്ചെടികളും പൊന്തക്കാടുകളും വെട്ടി വൃത്തിയാക്കിയത്. വീതി കുറഞ്ഞ റോഡിൽ വഴിയാത്രികരും കാൽനട യാത്രികരും ഏറെ പ്രയാസപ്പെട്ടാണ് സഞ്ചരിച്ചിരുന്നത്. ബാബുവിനൊപ്പം സുഹൃത്തുക്കളായ TA പ്രദീപ്, MM കുഞ്ഞിമോൻ, K ഗംഗാധരൻ എന്നിവരും ശുചീകരണത്തിൽ പങ്കെടുത്തു. ബാബുവിന്റെ ഒറ്റയാൾ സമരത്തെ തുടർന്ന് പെരുമ്പ്ലാവ് സെന്ററിൽ അപകട ഭീഷണിയെ നേരിടുന്ന മരക്കൊമ്പുകൾ അധികൃതർ മുറിച്ചു മാറ്റിയിരുന്നു. കണ്ടാർശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതിയുടെ 75ാം വാർഷികാഘോഷത്തിന്റെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി. വായനശാല അങ്കണത്തിലുള്ള KK കേശവേട്ടൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന സെമിനാറോടുകൂടിയാണ് സമാപന ചടങ്ങ് ആരംഭിച്ചത്. മാറുന്ന വിദ്യാഭ്യാസം, മറയുന്ന ജനാധിപത്യം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര നിരൂപകൻ MC രാജ്നാരായണൻ നിർവഹിച്ചു. കണ്ടാർശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ഡോക്ടർ VC ബിനോജ് വിഷയാവതരണം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, രാജി വേണു, മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ AD ആൻഡു മാസ്റ്റർ, വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി VD ബിജു, കലാസമിതി പ്രസിഡന്റ് CT ബിജു എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനയായ സ്നേഹസാന്ത്വനത്തിന്റെ രൂപീകരണ യോഗം നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസാന്ത്വനം പ്രസിഡന്റ് TS ധർമ്മരാജൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ R ജയകുമാർ അംഗത്വ വിതരണം നിർവഹിച്ചു. PS സൂരജ്, മനോജ് പുന്നുപറമ്പിൽ, ശശീധരൻ കറുത്തേടത്ത് എന്നിവർ സംസാരിച്ചു. മൊബൈൽ ടവർ നിർമ്മാണം ചിറമനങ്ങാട് കണലിപ്പാറ രാജീവ് നഗർ നിവാസികൾ ആശങ്കയിൽ. കടങ്ങോട് പഞ്ചായത്തിലെ 1, 2, 18 വാർഡുകൾ ഉൾപ്പെടുന്ന ചിറമനങ്ങാട് കണലിപ്പാറ പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീടുകളോട് ചേർന്ന് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മൊബൈൽ ടവർ നിർമ്മാണം നടത്തുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. മൊബൈൽ ടവർ പ്രവർത്തനത്തിന് മുൻപ് കണലിപ്പാറ പ്രദേശത്ത് പടക്ക സംഭരണശാല പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചതോടെയാണ് ആ ആശങ്ക പരിഹരിച്ചത്. നിലവിൽ മൊബൈൽ ടവർ യാഥാർത്ഥ്യമാകുന്നതോടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വിഷയം സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും ജനത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കണമെന്നും ജനകീയ സമിതി ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ സമരത്തിനിറങ്ങുമെന്ന് K സുരേഷ്, പാറുക്കുട്ടി, രാമചന്ദ്രൻ, വിജയൻ, ഷാജിദ, ശിവൻമുരളി, സുനിൽകുമാർ, വിഷ്ണു, ഷാജി പൂത്തോട്ട് തുടങ്ങിയവർ അറിയിച്ചു. നമ്മളെ ആരും അറിയിക്കുകയോ മുന്നറിയിപ്പ് തരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കൂടി ചർച്ചകൾ നടന്നിട്ടില്ല. ഒട്ടേറെ രോഗങ്ങൾക്ക് ഇതിന്റെ റേഡിയേഷൻ കാരണമാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത് ഉണ്ടാക്കേണ്ട ഒരു എന്ത് നെസസിറ്റി ഉണ്ടായി എന്നുള്ളത് മനസ്സിലാവാത്തത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അങ്ങ് വിട്ടുപോയാൽ അവിടെ ഇഷ്ടംമാതിരി സ്ഥലം ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഞാൻ ഇന്ന് കളക്ടർക്കും തഹസിൽദാർക്കും ഇമെയിൽ ഓൾറെഡി അയച്ചിട്ടുണ്ട്. ടവർ ഇവിടെ വേറെ എത്രയൊക്കെ സ്ഥലം കിടക്കുന്നുണ്ട്, കാലിയായിട്ട് വല്ല കുന്നും പറപ്പുറം. അതുപോലെ ഇത് എങ്ങനെയെങ്കിലും അധികാരികളുടെ മുന്നിൽ എത്തിച്ച് ഈ അടുത്തുള്ള ജനങ്ങളുടെ ഭീതി ആശങ്കകളും എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അധികാരികളോട് അപേക്ഷിക്കുന്നു. CCTV ന്യൂസ്, വേലൂർ. വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി BMS കൈപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വേലൂർ പഞ്ചായത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വേലൂർ പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കടം ഉദ്ഘാടനം ചെയ്തു. BMS കൈപ്പറമ്പ് മേഖലാ പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം അച്യുതൻ, മേഖലാ സെക്രട്ടറി വിനു, വേലൂർ പഞ്ചായത്ത് സെക്രട്ടറി അരവിന്ദൻ, മുകുന്ദൻ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ PK സായിനാഥൻ നായർ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. GMA ഓഫീസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ
എം കൃഷ്ണദാസ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. GMA പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. മമീർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, റഹ്മാൻ തിരുനെല്ലൂർ, K രാമചന്ദ്രൻ, OK നാരായണൻ നായർ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി പെരുന്തുരുത്തി റോഡ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. വൺവേ റോഡിൽ പള്ളിക്ക് സമീപത്തെ വലിയ കുഴികൾ മെറ്റൽ വിരിച്ചടച്ചു. എന്നാൽ പൂർണ്ണമായും ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുന്തുരുത്തി റോഡിലെ വലിയ കുഴികളിൽ കോറിപ്പൊടിയും മെറ്റലും ഇട്ട് അടച്ചു. ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള റോഡ് ടാറിംഗ് പൂർണ്ണമായും നടത്തി ഗതാഗത സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വെള്ളാട്ടഞ്ഞൂർ പാടശേഖര സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക പഠന ക്ലാസ് സംഘടിപ്പിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ക്ലാസ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. പാടശേഖര സമിതി പ്രസിഡന്റ് PC രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ കൃഷി പ്രിൻസിപ്പൽ ഓഫീസർ ജോസ് വർഗീസ് ക്ലാസ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ഗ്രീൻ ആർമി ചീഫ് കോർഡിനേറ്റർ അനൂപ് കിഷോർ, VL രാധാമണി എന്നിവർ സംസാരിച്ചു. 40 ഏക്കർ സ്ഥലത്ത് ട്രേ ഞാറ്റടി ഉപയോഗിച്ച് നെൽകൃഷി ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി പ്ലാൻ ഫോർ മദർ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്ത് നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടീൽ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഗാലിദ് പനങ്ങാവിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ എന്നിവർ സംസാരിച്ചു. MGNR EGS എഞ്ചിനീയർ ജിജേഷ് KM, ഓവർസിയർ KB നിജി, അംഗൻവാടി അധ്യാപിക, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. നബിദിനത്തിന്റെ ഭാഗമായി മണത്തല ദാറുത്ത അലി മദ്രസയിൽ നടന്ന മിലാദ് ആഘോഷത്തിൽ തുടർച്ചയായി 2ാം വട്ടവും കലാപ്രതിഭ പുരസ്കാരം നേടിയ ഉമ്മർ ഹാത്തിം ശ്രദ്ധേയനാകുന്നു. 3ാം ക്ലാസ്സുകാരനായ ഉമ്മർ ഹാത്തിം ഏറ്റവും കൂടുതൽ പോയിന്റ് സ്വന്തമാക്കിയാണ് 100-ലേറെ പേർ മാറ്റുരച്ച മത്സരങ്ങളിൽ കലാപ്രതിഭ പുരസ്കാരം നേടിയത്. ഏത് ഗാനവും അനായാസം ആലപിക്കുന്ന ഒമർ പ്രസംഗത്തിൽ ആകർഷിക്കുന്ന വാക്ചാതുര്യം കൊണ്ടും പുത്തൻ ശൈലി കൊണ്ടും കയ്യടി നേടുകയാണ്. മണത്തല ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് PK ഇസ്മായിൽ സാഹിബ് പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. മണത്തല മിറാസ് VPയുടെയും ഫസ്ന KVയുടെയും മകനായ ഒമർ ഇതിനകം തന്നെ ഒട്ടേറെ പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അമീർ LF കോൺവെന്റ് UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മന്ദലാകുന്ന് മൽഹറുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായിട്ടാണ് ആഘോഷം നടന്നത്. 16-ന് കാലത്ത് മദ്രസ പ്രസിഡന്റ് ഹംസ കുട്ടി മന്ദലാകുന്ന് പതാക ഉയർത്തി. സദർ മൂല്യം സിബി അഷ്കർ അലി ബദരി പ്രാർത്ഥന നിർവഹിച്ചു. കുട്ടികളെ ഘോഷയാത്ര ആരംഭിച്ചു. തുടർന്ന് മൗലിദ് പാരായണവും അന്നദാനവും നടന്നു. 17-ന് വൈകിട്ട് നടത്തിയ സമാപന സമ്മേളനം മഹല്ല് ഖത്തീബ് നിസാർ ഹസാനി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അസീസ് മന്ദലാകുന്ന്, സഹീർ പടിഞ്ഞാറയിൽ, നവാസ് കിഴക്കൂട്ട്, MC സൈനു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ ദഫ് മത്സര പരിപാടികൾ, വിവിധ കലാപരിപാടികൾ നടന്നു. മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ സമ്മാന വിതരണം നിർവഹിച്ചു. ചൊവ്വൂർ ജമാഅത്ത് കമ്മിറ്റിയുടെയും മുനവറുൽ ഇസ്ലാം മദ്രസയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നബിദിനാഘോഷം നടന്നു. വർണ്ണശബളമായ ഘോഷയാത്രയും കലാപരിപാടികളും അരങ്ങേറി. മുനവറുൽ ഇസ്ലാം മദ്രസയുടെ 50-ാം വാർഷിക ലോഗോ പ്രകാശനം ബഷീർ ഫൈസിയും മഹല്ല് ഖത്തീബ് റഹ്മാനിയും ചേർന്ന് നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ വയനാട്ടിലെ ഭവന നിർമ്മാണത്തിനായി ബിരിയാണി ചലഞ്ച് നടത്തി സമാഹരിച്ച തുക നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് തിപ്ലശ്ശേരിക്ക് കൈമാറി. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിവേക് MG അധ്യക്ഷത വഹിച്ചു. മറഡോണ പീറ്റർ, മണ്ഡലം സെക്രട്ടറിമാരായ ഫ്രണ്ടോ ഫ്രാൻസിസ്, ജിൻസൺ, KSU മണ്ഡലം പ്രസിഡന്റ് ജോസഫ്, അലോഷി, രാഹുൽ, ജീവൻ, ആൻഡു എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6850 രൂപ, സ്വർണ്ണ പവന് 54,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 95 രൂപ. ചർമ്മം കൂനമുച്ചി ജോസ് ഫാബ്രിക് സ്ഥാപകൻ കണ്ണനായ്ക്കൽ വീട്ടിൽ പരേതനായ അന്തോണി ഭാര്യ ത്രേസ്യ നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ബെർണാഡീത്ത, ലിസി, റമോൺ, ജോസ്, ബെൻസ് എന്നിവർ മക്കളാണ്. വെള്ളറക്കാട് മനപ്പടി കോടനാട് മന ഭദ്ര നിര്യാതയായി 90 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതനായ പ്രൊഫസർ KM മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ഭർത്താവാണ്. ഗൗരി, സുഗുണ, ഡോക്ടർ ഉഷ, നാരായണൻ, സന്ധ്യ എന്നിവർ മക്കളാണ്. കടകാമ്പാൽ പുലിക്കോട്ടിൽ കാക്കുണ്ണി മകൾ PK അമ്മണി നിര്യാതയായി 86 വയസ്സായിരുന്നു. സംസ്കാരം കാഞ്ഞിരത്തിങ്കൽ ക്രിസ്തീയ സഭാ സെമിത്തേരിയിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 36 വയസ്സുള്ള ഇദ്ദേഹം മേൽശാന്തിയാകുന്നത് ഇതാദ്യമായി. നിയുക്ത മേൽശാന്തിക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സ്വീകരണം. ജനങ്ങളെ വലച്ച് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കുന്നംകുളം തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരാണ് സമരം നടത്തിയത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം പിൻവലിച്ചത്. കടപ്പുറം പുതിയങ്ങാടിയിൽ ഓല വീട് കത്തിനശിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കടപ്പുറം പഞ്ചായത്ത് 10ാം വാർഡ് പുതിയങ്ങാടിയിൽ കുറുപ്പത്ത് ഷെഫീറിന്റെ വീടാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.